കാസർഗോഡ് കൊളത്തൂരിൽ പുലി തുരങ്കത്തിൽ കുടുങ്ങി. ചാളക്കാട് മടന്തക്കോട് വി കൃഷ്ണന്റെ കവുങ്ങിൻ തോട്ടത്തിന് സമീപമുള്ള തുരങ്കത്തിലാണ് പുലിയെ കണ്ടെത്തിയത്. വിവരങ്ങളുമായി സരീഷ് പി കെ ചേരുന്നു. സരീഷ്, ഇപ്പോഴും പുലി തുരങ്കത്തിൽ കുടുങ്ങിയ സ്ഥിതിയിലാണോ ഉള്ളത്? ഇതിനായി തെരച്ചിൽ നടത്തുന്നുണ്ടോ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? നിലവിൽ ഈ കവുങ്ങിൻ തോട്ടത്തിലെ തുരങ്കത്തിൽ കുടുങ്ങിയ നിലയിൽ തന്നെയാണ് പുലി ഉള്ളത്. ഞാൻ നിൽക്കുന്ന ഇവിടെ നിന്നും ഏതാണ്ട് അല്പം മാറിയാണ് പുലി ഉള്ളത്. അവിടെ പക്ഷേ അതിപ്പോൾ ഈ കുടുങ്ങിയ നിലയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ പറയുന്നത് അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാനോ അല്ലെങ്കിൽ ആളുകൾക്ക് പ്രവേശിക്കാനോ ഒപ്പം തന്നെ വെളിച്ചം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് അടിക്കരുത് എന്നൊരു നിർദ്ദേശമുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ പുലി പ്രകോപിതനാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രകോപനപരമായ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാവരുത് എന്നൊരു കർശന നിർദ്ദേശമാണ് വനം വകുപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരെയും ജനങ്ങളെയും ഒക്കെ അല്പം മാറിയുള്ള സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് വൈകിട്ട് 7 മണിയോടെയാണ് ഈ ശബ്ദം കേട്ട് ഈ നാട്ടുകാർ പരിശോധന നടത്തിയത്. ഈ കവുങ്ങിൻ തോട്ടത്തിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുകയും ഇവിടെയുള്ള കൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തി അങ്ങോട്ടേക്ക് പോവുകയും അവരാണ് ആദ്യമായി ഇത് കാണുകയും ചെയ്തത്. അതിനുശേഷമാണ് നാട്ടുകാരെ വിളിച്ച് പരിശോധന നടത്തിയത്. പക്ഷേ നിലവിൽ ആ തുരങ്കത്തിൽ നിന്നും പുലിക്ക് പുറത്തേക്ക് കടക്കാനാവാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഈ മേഖലയിൽ നേരത്തെ തന്നെ പുലിയുടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി 2 കൂട് വനംവകുപ്പ് നേരത്തെ തന്നെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ കൂടിലൊന്നുമല്ല ഈ പുലി കുടുങ്ങിയത് എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രദേശവാസികളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ചേട്ടാ, ഈ നിലവിൽ ഈ മേഖലയിൽ ഈ പുലിയുടെ ആക്രമണം ഉണ്ടോ? എന്താണ് അവസ്ഥ? പുലിയുടെ ആക്രമണമായിട്ടുണ്ടായിട്ടില്ല. പക്ഷേ പുലിയുടെ ഭയത്തിലാണ് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ. കുറേ കാലമായിട്ട് ആൾക്കാരിങ്ങനെ കണ്ടുകൊണ്ടുണ്ട്. 2 മാസമായിട്ട് പുലി കാണാനുണ്ട്. ഈ പ്രദേശത്ത് കണ്ടവരുണ്ട് നിരവധി. അപ്പോൾ ഇന്നലെയാണ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കുടുങ്ങി കണ്ടത്. ഇതിനു മുമ്പ് ആരൊക്കെയാണ് കണ്ടിട്ടുള്ളത്? അങ്ങനെ ഈ മേഖലയിൽ തന്നെയാണോ കണ്ടിട്ടുള്ളത്? ഈ പ്രദേശത്ത് തന്നെ. ഈ പ്രദേശം മുതൽ നമ്മുടെ അങ്ങനെ ശങ്കരങ്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, 1 കിലോമീറ്റർ അങ്ങോട്ട്. അവിടെ വരെ ഈ പുലിയുടെ ശല്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് 2 ആഴ്ച മുന്നേ. ഈ ഒരു പുലി മാത്രമാണോ? പല ഭാഗങ്ങളിലും ഒന്നിൽ കൂടുതൽ പുലികളാണ് തോന്നുന്നത്. പലതായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പല 2ഉം 3ഉം പുലി കണ്ടവരൊക്കെ ഉണ്ട്. ഏത് മേഖലയിലാണ് അങ്ങനെ കൂടുതൽ പുലി? ഇവിടെ തന്നെ കുറച്ചപ്പുറം ഒരു 1 കിലോമീറ്ററിനകത്ത് തന്നെ 2ഉം 3ഉം പുലികളെല്ലാം ഒന്നിച്ച് കണ്ട ആൾക്കാരുണ്ട്. പിന്നെ ഈ പറഞ്ഞ ശങ്കരങ്കാട് ഉണ്ടല്ലോ, ഇവിടുന്ന് കുറച്ചപ്പുറം അവിടെയും ഒരു ദിവസം രാവിലെ 2 പുലിയെ കണ്ടു. റബ്ബർ ടാപ്പിങ്ങിന് വന്ന തൊഴിലാളികളാണ്. ഈ കുടുങ്ങിയതിനപ്പുറത്തേക്ക് ഇനിയും പുലികൾ ഈ മേഖലയിൽ ഉണ്ട് എന്നാണ് എല്ലാവരും കണ്ടവർ പറഞ്ഞത്. നമുക്ക് ഈ വനംവകുപ്പ് 2 കൂടുകൾ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ ആ മേഖലയിലൊന്നും പിന്നീട് കണ്ടിട്ടില്ല എന്നുള്ളതാണോ അവസ്ഥ? വനംവകുപ്പിനെന്തോ പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അത് പല കാരണങ്ങളുണ്ടാവാം. പുലി ഇപ്പോൾ എല്ലാ മേഖലയിലും പുലി ഇറങ്ങുന്നു എന്നുള്ളതാണ് വസ്തുത. നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ 2 മാസമായി ഈ മേഖലയിലെ പല ഭാഗങ്ങളിലും ഈ പുലിയുടെ അല്ലെങ്കിൽ പുലിയെ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പുലി മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ ഇവിടെ പുലിയെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പുലികളെ ആളുകൾ കണ്ടിട്ടുണ്ട്. ഈ മേഖലയിലുള്ള ആളുകൾ തന്നെയാണ്. ചേട്ടാ, ഈ പരിസരത്ത് എങ്ങനെ പുലിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു? 1 മാസത്തെ വേറെ 1.5 മാസമായി പുറത്തേക്ക് ഞങ്ങൾക്ക് റബ്ബറൊന്നും എത്താൻ കഴിയുന്നില്ല. റബ്ബർ എത്താൻ പോകുന്ന രാവിലെ 8 മണിക്കാണ് പോയി എത്തും. അപ്പോൾ ഈ പുലിയുടെ ഭീഷണി കുറേ മാസങ്ങളായിട്ടുണ്ട്. 1.5 മാസമായി അവിടെ കണ്ടു, ഇവിടെ കണ്ടു. നല്ല ഇപ്പോൾ ഇന്നത്തെ കണ്ടു. ഇപ്പം മിഞ്ഞാ ദിവസം ഇവിടെ കണ്ടു. ഞങ്ങൾ ഇറക്കുന്നേരം മീത്ത തന്നെ അങ്ങോട്ട് വരുന്നില്ലേ, അവിടെ മീത്ത റോഡിൽ കിടത്തുണ്ടായിന്ന് പറയുമ്പോൾ ഒരാൾ വരുമ്പോൾ. അത് ശരി. അപ്പോൾ ഇതിന് തൊട്ടടുത്ത്, അതായത് ഈ കുടുങ്ങിയ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പം മേലെ ഒരു ഡ്രൈവർ കണ്ടു പറഞ്ഞേ. അത് എപ്പോഴാണ് കണ്ടതെന്നെങ്കിലും പറഞ്ഞിരുന്നോ? കണ്ടത് ഓർമ്മയില്ല. അതിനുശേഷം ഈ വനംവകുപ്പിനെ അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു അന്ന്? ഞാനറിയില്ല, നാട്ടുകാരെ ചെയ്തിട്ടോ. നമുക്കൊന്നും റബ്ബറല്ല, നമുക്ക് ചെത്താൻ കഴിയുന്നില്ല പേടിച്ചിട്ട്. ഇതാണ് ഇതിന് തൊട്ടടുത്ത് തന്നെ നേരത്തെ, അതായത് ഈ കിണറിന് സമീപത്ത് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തുരങ്കത്തിന് സമീപത്ത് തന്നെ നേരത്തെ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും വനംവകുപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്, DFO ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂട്, അതായത് നേരത്തെ ഈ 2 സ്ഥലത്ത് കൂട് സ്ഥാപിച്ചിരുന്നു. ഇപ്പോഴും ഈ തുരങ്കത്തിൽ നിന്നും മയക്കുവെടി വെച്ച് ഉടൻ തന്നെ പുറത്തേക്ക് ഈ പുലിയെ കൊണ്ടുപോകണം എന്നൊരു നിർദ്ദേശമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൂട് ഉൾപ്പെടെയുള്ളവ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്നും ഒപ്പം വയനാട്ടിൽ നിന്നും മെഡിക്കൽ സംഘങ്ങൾ ഇങ്ങോട്ടേക്ക്, വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ നിലവിൽ ഈ തുരങ്കത്തിലുള്ള പുലിയെ ഒരു തരത്തിലും പ്രകോപിപ്പിക്കരുത് എന്നൊരു നിർദ്ദേശമാണുള്ളത്. കാരണം ഏതെങ്കിലും രീതിയിൽ പ്രകോപനമുണ്ടായാൽ അത് പുറത്തേക്ക് ചാടുകയോ അല്ലെങ്കിൽ
ആളുകളെ ആക്രമിക്കാനുള്ള ഒക്കെ സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് ചേർന്ന് അതായത് ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തേക്ക് നടന്നാൽ അല്ലെങ്കിൽ കഴിഞ്ഞാൽ വനമേഖലയാണ്. അപ്പോൾ കൂടുതൽ ഈ വന്യമൃഗ ശല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത് രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാവരുത് എന്നൊരു കർശനമായ നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് അതായത് ആ മേഖലയിൽ നിന്ന് ആളുകളെയൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ ബേഡെടുക്ക അതായത് നിലവിൽ ഈ ബേഡെടുക്ക പഞ്ചായത്താണ് അപ്പോൾ ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ 2 മാസമായി പല മേഖലകളിലും ഈ മേഖലകളിൽ പുലിയെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ പഞ്ചായത്തിൽ 2 ആഴ്ചയായിട്ടുള്ളൂ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തപാട് നമ്മൾ DFO ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. DFO ഇവിടെ RRTയുടെ ടീം ഇവിടെ തന്നെ താമസിച്ച് തന്നെ അവർ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ CCTV ക്യാമറയൊക്കെ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, പുലിയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. വീടുകളിൽ നിന്ന് സ്ഥിരമായിട്ട് പട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇതാണ്, അങ്ങനെയാണ് തുടക്കത്തിൽ കണ്ടത്. പക്ഷെ ഇന്നിപ്പം ഇവിടെയുള്ള ആൾ വെള്ളം മോട്ടർ ഓഫാക്കാൻ വേണ്ടിയാണ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ തുരങ്കം പോലെയുള്ള മഴവെള്ളം വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ അതിനകത്തേക്ക് കയറിയിട്ട് അതിരിക്കുന്നുണ്ട്. അവിടെ അവർ സംശയം തോന്നിയിട്ട് അവർ വീട്ടിൽ പറഞ്ഞ് അച്ഛൻ നോക്കുമ്പോൾ കൺഫേം ആക്കി. അങ്ങനെയാണ് ഇന്ന് ഫോറസ്റ്റുകാരെ അറിയിക്കുന്നുള്ളത്. എന്താണ് എന്നുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉണ്ട്. അവരിപ്പോൾ പറഞ്ഞ ഉടനെ തന്നെ അവരെത്തിയിട്ടുണ്ട്. എത്തിയിട്ട് ഇപ്പോൾ കല്ല് വെച്ച് മൂടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വല വെച്ച് അവർ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വയനാട് നിന്ന് കണ്ണൂരിൽ നിന്നും മയക്കുവെടി വെക്കാനുള്ള ടീം എത്താനുണ്ട്. അതെത്താതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ ബഹുമാനായ ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, ജില്ലാ കളക്ടർ ഒക്കെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ശരി, എന്തായാലും നിലവിൽ ഈ പുലിയുള്ള ആ തുരങ്കം കല്ലുകൊണ്ട് അടച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും നാളെ രാവിലെ മാത്രമേ എന്തായാലും വെറ്റിനറി സംഘങ്ങൾ എത്തി വെടിവെക്കാനുള്ള സാധ്യതയുള്ളൂ എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും കാസർഗോഡ് കൊളത്തൂരുകാർക്ക് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ്. പുലി തുരങ്കത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. അവിടെ ചാളക്കാട് മടന്തക്കോട് V കൃഷ്ണന്റെ കവുങ്ങിൻ തോട്ടത്തിന് സമീപത്തുള്ള ഒരു തുരങ്കത്തിലാണ് പുലിയെ കണ്ടെത്തിയിരിക്കുന്നത്. സേഫായിട്ട് കല്ലൊക്കെ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും തരത്തിൽ പ്രകോപനം പുലിയുടെ നേർക്ക് ഉണ്ടായാൽ, ആളുകളുടെ ശബ്ദമോ മറ്റോ പുലിയെ പ്രകോപിപ്പിച്ചാൽ അത് പുറത്തേക്ക് വരുവാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. പുലി അക്രമാസക്തനാകുമോ എന്ന ഭയവും അവിടെ നിലനിൽക്കുന്നുണ്ട്. സരീഷ് PK ആണ് അവിടെ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.